ഗിൽസ്, എല്ലാവരും NMMSന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തിരക്കിലായിരിക്കും അല്ലേ? എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് NMMSന്റെ സിലബസിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയ ടോപ്പിക് ഏതാന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യോ. യെസ്, സോ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ NMMSന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ. ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 100% ഷുവർ ആയിട്ടും നിങ്ങളുടെ NMMS എക്സാമിന് കാണാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങ് പറഞ്ഞുതരാൻ പോവാണ്. വെറുതെ അങ്ങ് പറയല്ല കേട്ടോ, നമ്മൾ ട്രിക്കി ആയിട്ട് അങ്ങോട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ NMMS എക്സാം എഴുതുന്ന ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ ഇതാ നോക്കിക്കേ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ 1/2 + 1/4 + 1/8 + 1/16 + 1/32 is equal to what എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു കുട്ടി ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇവന്മാർ രണ്ടാളെയും കൂട്ടും, പിന്നെ ഇവന്മാർ രണ്ടാളെയും കൂട്ടും, അങ്ങനെ കൂട്ടി പോകും. അല്ലെങ്കിൽ ഇവർ ചെയ്യും എന്ത്, ഇവന്മാരെല്ലാ ഈ ഒരു ഡിനോമിനേറ്റേഴ്സിനെയും ഇവരെന്ത് ചെയ്യും, ഈക്വലാക്കി കൊണ്ടുവരും. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഒരൊറ്റ സെക്കൻഡിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നാണ്. ഇത് ഇത്ര മാത്രമേ ഉള്ളൂ പരിപാടി. നിങ്ങൾ 3 കാര്യങ്ങൾ ഇതിൽ നോക്കണം. അതായത് നിങ്ങൾ നോക്കേണ്ട കാര്യം, നമ്മളുടെ ന്യൂമറേറ്റേഴ്സ് എല്ലാവരും 1 ആണോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ചെക്ക് ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഡിനോമിനേറ്റേഴ്സ് 2ൽ നിന്ന് തുടങ്ങിയിട്ട് ഡബിൾ ചെയ്ത് വരികയാണോ നോക്കുക. അതായത് 2ൽ നിന്നാണ് ഇവിടെ തുടങ്ങിയത്, 2ന്റെ ഡബിൾ 4 ആണ് അടുത്തത്, 4ന്റെ ഡബിൾ 8, 8ന്റെ ഡബിൾ 16, 16ന്റെ ഡബിൾ 32, അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണോ നോക്കുക. അതുപോലെ നടുവിലുള്ള സൈന് പ്ലസ് ആണോ എന്ന് നോക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തൊക്കെയാ നോക്കേണ്ടത്? 3 കാര്യങ്ങൾ നോക്കുക. എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ, ന്യൂമറേറ്റേഴ്സ് എല്ലാവരും 1 ആണോ നോക്കുക. ഡിനോമിനേറ്റേഴ്സ് 2ൽ നിന്ന് തുടങ്ങി ഡബിൾ ചെയ്ത് പോവാണോ നോക്കുക. നടുവിലുള്ള സൈന് എല്ലാം പ്ലസ് ആണോ നോക്കുക. ഇത്ര നോക്കാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും എന്നറിയോ? നിങ്ങൾ എന്താണോ ഇതിന്റെ അവസാനത്തെ ഡിനോമിനേറ്റർ അത് എഴുതുന്നു, മുകളിൽ അതിൽ നിന്ന് 1 കുറച്ചിട്ട് അത് എഴുതുന്നു. 32ൽ നിന്ന് 1 കുറച്ചാൽ എത്ര? 31/32 ആയിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യമല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? C ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ. അങ്ങനെയെങ്കിൽ നോക്കിയടാ, അടുത്തൊരു ക്വസ്റ്റ്യൻ. 1/2 + 1/4 + 1/8 + 1/16 + 1/32 + 1/64 is equal to what? എന്തൊക്കെയാ നോക്കണ്ടേ? നമ്മൾ നോക്കി, ന്യൂമറേറ്റേഴ്സ് എല്ലാം സെയിം ആണോ നോക്കി, 1 ആണോ നോക്കി, 1 ആണ് അല്ലേ. ഡിനോമിനേറ്റേഴ്സ് 2ൽ നിന്ന് തുടങ്ങി ഡബിൾ ആണോ, 4, 8, 16, 32, 64 ഡബിൾ ചെയ്ത് വരികയാണ് അല്ലേ. ദെൻ എന്തായിരിക്കും അടുത്ത്? നമ്മളുടെ എല്ലാം പ്ലസ് ആണോ സൈന് നോക്കുക. എല്ലാം നോക്കി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ആൻസർ? സിമ്പിൾ. അവസാനത്തെ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതുന്നു, മുകളിൽ അതിൽ നിന്ന് 1 കുറച്ച് എഴുതുന്നു. 63/64 ആയിരിക്കും ആൻസർ. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരട്ടെ നിങ്ങൾക്ക്. 1/2 + 1/4 + 1/8 is equal to what? നിങ്ങൾ എത്രയാന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതാ നോക്കിയേ. 1/2 + 1/4 + 1/8 + 1/16 + 1/16 ഇത് എത്രയായിരിക്കും? നമ്മൾ നോക്കിയ സമയത്ത് നമ്മളുടെ ന്യൂമറേറ്റേഴ്സ് എല്ലാം 1 ആണ്. 2ൽ നിന്ന് തുടങ്ങി ഡബിൾ ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ നോക്ക്, ഇത് സെയിം നമ്പർ തന്നെ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നോക്ക്, ദെൻ ബാക്കി നോക്ക്, ഇവന്മാരെല്ലാവരും പ്ലസ് ആണ്. ഇതൊക്കെ നമ്മൾ വിചാരിച്ച പോലെയാണ്. പക്ഷെ എന്താണ്, ഇത് മുതൽ ഇതാ നോക്ക്, ഇവിടം മുതൽ ഇവിടം വരെ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയാണ്. പക്ഷെ ഈ ഒരാൾ എന്താണ്, ഒരു എക്സ്ട്രാ ആണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇവിടം മുതൽ ഇവിടം വരെ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയല്ലേ. അതിന്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ അറിയൂലേ? എത്രയായിരിക്കും ആൻസർ? 1/2 + 1/4 + 1/8 + 1/16 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 16 മുകളിൽ 1 കുറച്ച് 15/16 ആണ്. ഇനി അതിനോട് എന്താ കൂട്ടേണ്ടത്? നമ്മളുടെ ഈ 1/16 ഒന്ന് കൂട്ടിയാൽ മതി. എന്തായിരിക്കും കിട്ടുക? നമ്മളുടെ ഡിനോമിനേറ്റേഴ്സ് 2ഉം സെയിം ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മുകളിലുള്ളവന്മാരെ കൂട്ടിയാൽ മതി. 15 + 1 എത്രയാ? 16. ഈ 2 ഡിനോമിനേറ്ററും സെയിം ആയതുകൊണ്ട് ആ ഡിനോമിനേറ്റർ തന്നെ എഴുതുന്നു. 1 ആയിരിക്കും ആൻസർ. ഇത്രയായിരിക്കും ആൻസർ. 1 ആയിരിക്കും ആൻസർ. വേണമെങ്കിൽ ഞാൻ വേറെ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. 1/2 + 1/4 + 1/8 എന്തായിരിക്കും? 1/8 + 1/8 എന്തായിരിക്കും ആൻസർ? ഇത്രയേ ഉള്ളൂ പരിപാടി. എനിക്കറിയാം, ഇവിടം മുതൽ ഇവിടം വരെയുള്ളതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 7/8 ആണ്. അതിനോട് എന്ത് കൂട്ടുന്നു? ഈ 1/8 കൂട്ടുന്നു. അതായത് എന്തായിരിക്കും? 8/8 ആയിരിക്കും അല്ലേ. 1 ആണ് നമ്മളുടെ ആൻസർ. സിമ്പിൾ കാര്യമല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ ഇതാ നോക്കിക്കോ, ഒരു ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. 1/2 - 1/4 - 1/8 ഇതെന്തായിരിക്കും ആൻസർ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മുകളിൽ എല്ലാവരും 1 ആണ്, താഴെ 2ൽ നിന്ന് തുടങ്ങി ഡബിൾ ആണ്. പക്ഷെ എന്താ മാറ്റമുള്ളത്? സൈന് മാത്രമാണ് മാറ്റമുള്ളത്. പ്ലസ് അല്ല സൈന്, മൈനസ് ആണ് സൈന്. മൈനസ് സൈന് വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ്. എന്താന്ന് ഇതിൻ്റെ ആൻസർ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ അവസാനം കുറച്ച
ആ ഒരു ഫ്രാക്ഷനില്ലേ അതായിരിക്കും ഇതിൻ്റെ ആൻസർ, അതായത് 1/8. ഓക്കെ, 1/8 ആയിരിക്കും എന്ത് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ മിസ് ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി തരാം. ഇതാ നോക്ക്, 1/2 മൈനസ് 1/4 മൈനസ് 1/8 മൈനസ് 1/16 എന്തായിരിക്കും? ഒരു പണിയുമില്ല, 1 ആണ് നമ്മളുടെ ന്യൂമറേറ്റേഴ്സ് എല്ലാം, ഡിനോമിനേറ്റേഴ്സ് 2ൽ നിന്ന് കൂടെ തുടങ്ങി ഡബിൾ ചെയ്ത് വരികയാണ്. നടുവിലുള്ള സൈൻ എന്താണ്? മൈനസ് ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അവസാനം കുറച്ചിട്ടുള്ള ഇവനാണ്, 1/16. സിമ്പിൾ. സോ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.